ഹായ് ഓൾ, നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ ഡെസേർട്ടേഷൻ്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഡിസ്കഷനാണ് നടത്താൻ പോകുന്നത്. ഓരോ ചാപ്റ്ററും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഡിസ്ക്രിപ്ഷനെ പറ്റി പറയുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡെസേർട്ടേഷൻ ചാപ്റ്റേഴ്സും 5 ചാപ്റ്റേഴ്സാണ് MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും ലാംഗ്വേജിൻ്റെ ആൾക്കാർക്കും വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ 5 ചാപ്റ്റേഴ്സ് എങ്ങനെ കൊടുക്കണം എന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ ചാപ്റ്റർ എന്തായാലും ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. ലാസ്റ്റത്തെ ചാപ്റ്റർ, അതായത് 5th ചാപ്റ്റർ എന്തായാലും കൺക്ലൂഷൻ ആയിരിക്കണം. ഈ രണ്ടും നിർബന്ധമാണ്. പിന്നെ അല്ലാണ്ട് നമുക്ക് ചാപ്റ്റർ 2, 3 and 4 നമ്മളുടെ ഇഷ്ടാനുസരണം വ്യത്യാസം വരുത്താവുന്നതാണ്. വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളുടെ ടോപ്പിക് അനുസരിച്ചിട്ട് നമുക്ക് ഫണ്ടമെൻ്റലിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് ടെക്നിക്കൽ അല്ലാത്ത രീതിയിൽ എഴുതാൻ പറ്റും. ഒറിജിനൽ ഡെസേർട്ടേഷൻ്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ്. പക്ഷേ അത്രയും സഫിസ്റ്റിക്കേഷൻ യൂണിവേഴ്സിറ്റി നമ്മുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നില്ല. പക്ഷെ ഞാൻ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കാരണം ഓരോന്നും എഴുതുന്നത്, അതായത് നമ്മുടെ പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഡെസേർട്ടേഷനോ എന്താണോ നിങ്ങളതിനെ വിളിക്കുന്നത്, ഡെസേർട്ടേഷൻ എഴുതുന്ന സമയത്ത് ഗൈഡിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഗൈഡ് നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് ക്ലിയർലി അത് നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡെസേർട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോ ഗൈഡ്സും ഓരോ രീതിയിലാണ് നമുക്ക് പറഞ്ഞു തരാം. ചിലർ യൂണിവേഴ്സിറ്റീൻ്റെ സിമ്പിളായിട്ടുള്ള ഗൈഡ് ലൈൻ പ്രകാരം ഓവർ ടെക്നിക്കലാകാതെ ലാംഗ്വേജ് ഡെസേർട്ടേഷൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ ചെയ്തോളാൻ പറയും. പക്ഷെ ചിലർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. അവരുടെ അണ്ടറിൽ വരുന്ന ഡെസേർട്ടേഷൻ ആ പ്രോസ്പെക്റ്റിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. കാരണം ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് പോകണം എന്നുള്ളവരും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ 2 രീതിയിലും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പം നമ്മളിന്ന് ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ ഡെസേർട്ടേഷൻ എഴുതി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർമാറ്റാണ്. നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാനല്ല, മൊത്തം ഡെസേർട്ടേഷൻ എഴുതാനായിട്ട് ഒരു ഫോർമാറ്റ് യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോണ്ട് സൈസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് വേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ അക്കാഡമിക് സ്റ്റൈലാണ് പറയുന്നത്. അതിൽ ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യണം, പേഴ്സണൽ ഒപ്പീനിയൻസ് അവോയ്ഡ് ചെയ്യണം, ക്ലാരിറ്റിയും കൊഹറൻസും ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ ഉണ്ടാവേണ്ടത്. ഈ ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു അക്കാഡമിക് റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ ആവരുത്, ഫോർമൽ ലാംഗ്വേജിലായിരിക്കണം. പിന്നെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒരിക്കലും നമ്മൾ ഇൻട്രൊഡക്ഷൻ ഏരിയയിൽ പറയാൻ പാടില്ല. അധികവും പേഴ്സണൽ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈൻഡിങ്സിലും റിസർച്ച് ഹൈപ്പോത്തസിസിൻ്റെ ഏരിയാസിലും ഒക്കെയാണ് പറയുക. നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, നമ്മളുടെ ടോപ്പിക് ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ ഡെസേർട്ടേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഫസ്റ്റ് തന്നെ പോയിട്ട് നമ്മളുടെ ഒപ്പീനിയൻ അവിടെ പറയാൻ പാടുള്ളതല്ല. പിന്നെ ഒരു ക്ലാരിറ്റിയും കൊഹറൻസും ഉണ്ടാവണമെന്ന് വെച്ചാൽ, ഇൻട്രൊഡക്ഷൻ ആണെന്ന് കരുതിയിട്ട് വളരെ അധികം നമ്മൾ ചുരുക്കി അതിന് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ കൊടുക്കരുത്. ഇൻട്രൊഡക്ഷൻ്റെ ലെങ്ത് എന്ന് പറയുന്ന 1500 to 3000 വേർഡ്സ് ആണ്. ഒരു MA ഡെസേർട്ടേഷന് ഏകദേശം പറഞ്ഞാൽ ഒരു 4 പേജിനേക്കുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു 5 പേജിനേക്കുള്ള കണ്ടൻറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഇൻട്രൊഡക്ഷൻ അത്രയും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു 4 പേജെങ്കിലും ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ടെങ്കിൽ തന്നെയുള്ളൂ ബാക്കിയുള്ള നമുക്ക് ചാപ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ.
ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യമാണ്, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വലിയ രീതിയിൽ മാർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഉണ്ട്, എന്ത് നമ്മൾ ഡെസർട്ടേഷനിൽ എഴുതുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ മാർക്സും അതേപോലെ ഇമ്പോർട്ടൻസും ഉണ്ട്. ഒരു ചെറിയ സ്റ്റെപ്പിന് പോലും ഇമ്പോർട്ടൻ്റ് ആണ് അതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പക്ഷേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ബേസിക്കലി കുറച്ച് ചെറുതാക്കി എഴുതിയാലും വലിയ പ്രശ്നമില്ലാത്ത ഒരു ചാപ്റ്ററാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലും ചാപ്റ്റർ 5th ആയിട്ടുള്ള നമ്മുടെ കൺക്ലൂഷൻ ചാപ്റ്ററിലും മാത്രം അങ്ങനെ സ്ട്രെസ് എടുത്തിട്ട് എഴുതേണ്ട ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻസ് പ്രകാരം തന്നെയാണ് ശരിക്കും നമ്മൾ ഇൻട്രൊഡക്ഷനും അതേമാതിരി കൺക്ലൂഷനും ചെയ്യേണ്ടത്. യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻസ് പ്രകാരം 4 pages ആണെന്ന് തോന്നുന്നു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വരുന്നത്. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റി അങ്ങനെ കൃത്യമായിട്ട് ഗൈഡ് ലൈനിൽ ഇത്ര പേജ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ 2nd സെമിസ്റ്ററിലെ ഓപ്പൺ ബുക്കിൽ നമ്മുടെ ഈ റിസർച്ച് എങ്ങനെ ചെയ്യാം, അല്ലെ സൈനോപ്രോസസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ചാപ്റ്ററിൻ്റെ അകത്ത് നിങ്ങൾ പേജ് നമ്പർ 96 മുതൽ എങ്ങാനോ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷനിൽ അവർ കൃത്യമായിട്ട് എന്തൊക്കെ വേണം, കുറച്ച് എന്താ പറയുക, എത്ര പേജ് മീൻസ് എത്ര നിങ്ങൾ ഏകദേശം ഓരോന്നും എഴുതണം എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം 4 pages ആണ് ഇൻട്രൊഡക്ഷനിൽ കാണുന്നത്. 4 pages തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നും പറയുന്നില്ല, കൂടിപ്പോയാലും വിഷയമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ലിറ്റററി അനാലിസിസ് നടത്തുന്ന സമയത്ത്. അപ്പോൾ ഒരു ലിറ്റററി അനാലിസിസ് എന്താണെന്ന് PG പഠിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു തരണമെന്ന് വിചാരിക്കുന്നു. ഒരു ലിറ്ററേച്ചറിനെ എന്തായാലും നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ബേസ്ഡ് ആയിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസർട്ടേഷൻ ടോപ്പിക്ക് അതിൽ എന്തെങ്കിലും ഒന്നായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ ലിറ്ററേച്ചറെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. പക്ഷേ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന സമയത്ത് എന്തായിരിക്കണം, അത് പാസ്റ്റ് ടെൻസിൽ വേണം പറയാൻ. കാരണം ഒട്ടുമിക്ക വർക്ക്സും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ആ ഓഥറിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഇതൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടുള്ള ടിപ്സ് ഇത്രയാണ്. ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള MAൻ്റെ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് ഇത്. ചാപ്റ്റർ 1 ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി, റാഷണൽ ഓഫ് ദ സ്റ്റഡി, സ്കോപ്പ് ഓഫ് ദ സ്റ്റഡിയും സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡിയുമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നമ്മുടെ ഗൈഡ് ലൈൻസിൻ്റെ അകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും റേഷണൽ ഓഫ് ദ സ്റ്റഡിയും അതേമാതിരി സിഗ്നിഫിക്കൻസ് ഓഫ് ദ റിസർച്ച്, ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ വേണമെന്ന് ഗൈഡ് ലൈൻസ് തന്നെ പറയുന്നുണ്ട്. സോ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട യൂണിവേഴ്സിറ്റീൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡിയും റാഷണൽ ഓഫ് ദ സ്റ്റഡിയും സ്കോപ്പ് ഓഫ് ദ സ്റ്റഡിയും സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡിയുമാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 4 എണ്ണമായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ റാഷണൽ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഒരു ഹെഡിങ് ആക്കിയിട്ട് മാറ്റാനും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത്രയും സാധനങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവണം. നമ്മുടെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റീൻ്റെ മെത്തേഡ് പ്രകാരമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആക്ച്വലി നമ്മളൊരു MA ഡെസർട്ടേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ടെക്നിക്കലി എല്ലാ രീതിയിലും ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ടും ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട്, ഓഥറിൻ്റെ ഇൻട്രൊഡക്ഷൻ, ടെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ, റിസർച്ച് പ്രോബ്ലം, ഒബ്ജക്റ്റീവ്, മെത്തഡോളജി, തിയറി, സിഗ്നിഫിക്കൻസ്, ചാപ്റ്റർ ഔട്ട്ലൈൻ, കൺക്ലൂഷൻ, ഇൻട്രൊഡക്ഷൻ. ഇതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ.
ഒരു MA ഇംഗ്ലീഷ് ഡിസർട്ടേഷനുള്ള. ഇത്രയും സ്റ്റാൻഡേർഡായിട്ട് യൂണിവേഴ്സിറ്റി എഴുതാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ എഴുതാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. പക്ഷേ സ്റ്റാൻഡേർഡായിട്ട് അതിൻ്റെ ഒരു MA ഡിസർട്ടേഷൻ്റെ അത്രയും തന്നെ ക്വാളിറ്റി വെച്ചിട്ട് എഴുതണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോം വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരെയും താല്പര്യമാണ് ഏത് ഫോം വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ നിങ്ങളുടെ ഗൈഡ് പറയുന്ന രീതിയിലും ഗൈഡിൻ്റെ അടുത്ത് ഗൈഡ് ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്ന് പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഇതാണ് എന്താ പറയുക ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷന്. അതിനു വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിക്കോളൂ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പറയുന്ന പ്രൊസീജിയറിൽ ഇത്രയേ പറയുന്നുള്ളൂ. ശരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മളിതിൽ ഓരോന്നും എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് മുന്നോട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നതിന് സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണം. ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് എഴുതേണ്ടതെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടോപ്പിക്കാണ്. നമ്മൾ എടുത്ത സബ്ജക്റ്റ് ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് അത് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന സമയത്ത് നമ്മളത് ഏത് ലിറ്റററി ഫീൽഡിൽ നിന്ന് എടുത്തതാണ് ആ സബ്ജക്റ്റ്, ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് പാർട്ട് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കണം. അതായത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്രയുമാണ്. സെക്കൻഡായിട്ട് നിങ്ങൾ അടുത്തൊരു പാരഗ്രാഫിലായിട്ട് എഴുതണം എന്തൊക്കെ നമ്മൾ ഓതർ ഉണ്ടെങ്കിൽ, അതിപ്പോൾ നിങ്ങളിപ്പോൾ സിനിമയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു സിനിമാറ്റോഗ്രാഫർ അങ്ങനെയൊക്കെയുള്ള പ്രൊഡ്യൂസർ ഡയറക്ടറൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ടോപ്പിക്ക് പ്രകാരമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ടൊന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. പിന്നെ ഇത് എഴുതിയ പീരീഡ് അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്ത പീരീഡ് അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഏതെങ്കിലും ഒരു ലിറ്ററേച്ചറിനെ വേണ്ടിയിട്ട് എഴുതുന്ന ആൾക്കാരും ഉണ്ടാവും, അതായത് തിയറി യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ തിയറി ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിറ്റററി പീരീഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ അതൊരു മൊമെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ തിയറി കണക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്താണ് അതിൻ്റെ ഓതർ, അതിൻ്റെ പീരീഡ്, ആ തിയറി എന്താണ് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നത്, എന്ത് ഇമ്പോർട്ടൻസ് ആണ്, എന്തുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഈ ടോപ്പിക്കിനുള്ളതെന്നുള്ള ഒരു ഫിനിഷിംഗ് സെൻറ്റൻസോട് കൂടി നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റഡി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡെമോ ടോപ്പിക് എടുത്തിട്ടുണ്ട്. ഷേക്സ്പിയറിൻ്റെ ഒരു ടോപ്പിക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. എംബിഷൻ ആൻഡ് മോറൽ കോൺഫ്ലിക്റ്റ് ഇൻ ഷേക്സ്പിയേഴ്സ് മാക്ബെത്താണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും ഒക്കെ തരുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി എങ്ങനെ എഴുതി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്. ടോപ്പിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടാണ് ഈ പാരഗ്രാഫിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ ടോപ്പിക്ക് മാക്ബത്ത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്താ പറയുക അതിൻ്റെ ലിറ്റററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതിനുശേഷം നമ്മൾ പിന്നെ പതിയെ താഴത്തേക്ക് പോകുന്ന സമയത്ത് ഈ ടോപ്പിക്ക് ഇതിന് ഞാനിപ്പോൾ ഒരു ലിറ്റററി വർക്കാണ് എടുത്തത്, ഒരു ഡ്രാമയാണ് എടുത്തത്. അപ്പോൾ ആ സമയത്ത് അതിൽ
ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അതിൻ്റെ ഓഥറിനാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് ആ ഓഥറിലേക്കും അയാളുടെ ലിറ്റററി പീരീഡിലേക്കും ബാക്ക്ഗ്രൗണ്ടിലേക്കും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ടാണ്, അതായത് ഷേക്സ്പിയറിൻ്റെ ട്രാജഡിയാണ് മാക്ബത്ത് എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പാരഗ്രാഫാണിത്. ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് വേണം. ഈ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡിയിൽ അധികവും ഞാൻ എൻ്റെ ഈ ഡിസർട്ടേഷനിൽ ഇതൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ടോപ്പിക് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുന്നതിനെയാണ് ലാസ്റ്റ് ഫിനിഷിംഗ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അത് ഏത് ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്തും നമ്മളൊരു ഫിനിഷിംഗ് സെൻറ്റൻസ് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡിയിൽ നമ്മൾ ടോപ്പിക്കിൻ്റെ ഒരു ഫിനിഷിംഗ് സെൻറ്റൻസ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. അതില്ലാതെ അത് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കാണുക. പിന്നെ രണ്ടാമത്തേത് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദ ഓഥറാണ്. നമ്മളുടെ ഓഥറിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ബയോഗ്രഫി നമ്മൾ കൊടുക്കണം. കൂടാണ്ട് ഈ ലിറ്റററി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഓഥർ, നമ്മൾ എടുത്ത ടോപ്പിക്ക് എന്തുകൊണ്ടാണ് സുപ്പീരിയർ ആവുന്നത്, ഈ ഓഥറിൻ്റെ ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം എന്താണ് എന്നൊക്കെയുള്ള ഏരിയാസും, പിന്നെ അത് കൂടാണ്ട് അവരുടെ ഒരു ഇമ്പോർട്ടൻസും, ഏതൊക്കെ രീതിയിലാണ് അവർ ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട് ലിറ്ററേച്ചറിന് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസൊക്കെ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വർക്കിൻ്റെ അകത്തുള്ള മേജർ തീംസ്, അതേമാതിരി ഓഥറിൻ്റെ ബാക്കിയുള്ള വർക്ക്സ് ഒക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓഥറിനെ പറ്റിയിട്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ ലിറ്ററേച്ചറിൽ ഇയാളെ കോൺട്രിബ്യൂഷൻസും ഉണ്ടാവും, അതേപോലെ ഇയാൾക്ക് കുറേ ക്രിറ്റിസിസംസും ഉണ്ടാവും. ഒരിക്കലും പോസിറ്റീവ് മാത്രം നിങ്ങൾ ഡിസർട്ടേഷനിൽ എഴുതാൻ പാടില്ല, ഒരു ചെറിയ രീതിയിൽ നെഗറ്റീവും എഴുതണം. നമുക്ക് എന്തായാലും ഒരു സ്റ്റഡിക്ക് അതിൻ്റെ ഒരു പോസിറ്റീവും അതിൻ്റെ ഒരു നെഗറ്റീവും ഉണ്ടാവും. സോ നമ്മൾ ഈ ഓഥർ എന്നുള്ള ആൾ ലിറ്റററി ബാക്ക്ഗ്രൗണ്ടിന് ഒരുപാട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇയാൾക്ക് കുറച്ച് കൊടുക്കാൻ പറ്റാത്ത ഏരിയാസും ഉണ്ട്, അയാൾ വിഷണറി കുറവുള്ള ഏരിയാസും ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളെ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഒരു ഒത്തൻറ്റിക് ആയിട്ട് മാറ്റും. അത് കൂടുതൽ ആ ഇൻട്രൊഡക്ഷന് കൂടുതൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ കൊടുക്കുമെന്ന് പറയുന്ന പോലെയാണത്. അപ്പോൾ നമ്മളുടെ ഓഥറിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇതിനെ പറ്റിയിട്ട്, നിങ്ങൾക്ക് സമയമെടുത്ത് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ വില്യം ഷേക്സ്പിയറിനെ പറ്റി പറയുന്നു, അദ്ദേഹത്തിൻ്റെ വർക്ക്സ്, അദ്ദേഹത്തിൻ്റെ തീംസ്, അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ചോസൺ ടെക്സ്റ്റാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ചോസൺ ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിവിടെ പഠനത്തിനായിട്ട് എടുത്തിട്ടുള്ള ടെക്സ്റ്റ്. എൻ്റെ കേസിൽ ഞാനിവിടെ മാക്ബത്താണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ടോപ്പിക് എന്താണോ അതിലൊരു വർക്ക് ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഏതാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഏരിയയാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊരു ജസ്റ്റ് ഷോർട്ടായിട്ടുള്ളൊരു സമ്മറി കൊടുക്കുകയാണ് വേണ്ടത്. പ്രൈമറി ടെക്സ്റ്റിന് നമ്മൾ വാല്യൂ ചെയ്യുന്ന ടെക്സ്റ്റ് ഏതാണോ, ഇവാലുവേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ഏതാണോ, ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് ഏതാണോ അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് സമ്മറി കൊടുക്കുക. അതിൽ സെൻട്രൽ തീംസ്, പിന്നെ എന്തുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തതെന്നുള്ള അതിൽ കൊടുക്കണം. ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ, നമ്മളൊരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ഒരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഇൻട്രൊഡക്ഷൻ ടെക്സ്റ്റ് എഴുതുക എന്നുള്ളത് ഞാനിതിൽ ഒരു ചെറിയ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫോർത്ത് പാർട്ടിലേക്ക് പോവുകയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ് നമ്മളിതിൽ കാണുന്ന ഡിസർട്ടേഷനിൽ നമ്മൾ ടോപ്പിക്കിലുള്ള പിഴവുകൾ എന്നുള്ളതാണ്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ
ഗൈഡ് ലൈൻസിൽ ചോദിക്കുന്നില്ല. പക്ഷേ ഫണ്ടമെൻ്റലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ടോപ്പിക്കിന് എന്തായാലും ചെറിയ രീതിയിലുള്ള പിഴവുണ്ടാവും. അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളൊരു പാർട്ടാണത്. നമ്മളെ ഡെസേർട്ടേഷനിൽ വരാൻ ചാൻസ് ഉള്ള ഗ്യാപ്പുകൾ, ലിറ്റററി ഗ്യാപ്പ് അല്ലെങ്കിൽ റിസർച്ച് ഗ്യാപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിതിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം കോണ്ടെക്സ്റ്റൽ ഗ്യാപ്പ് അങ്ങനെ പറഞ്ഞാൽ കുറേ ഡിവിഷൻ ഉണ്ട് ഗ്യാപ്സിന്, ഈ റിസർച്ച് ഗ്യാപ്പിന്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഈ പാർട്ടിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് മൊത്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറേ ഫാക്ട്സ് ഉണ്ട് നമ്മുടെ ഈ ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ടോപ്പിക്സിനെ നമുക്ക് പല രീതിയിൽ ഇൻഫിനിറ്റ് വേസിൽ എന്താ പറയുക ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സാണ്. അപ്പോൾ കുറേ ഏരിയാസ് ഉണ്ടാവും നമുക്ക് ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്. അത് ഏതൊക്കെയാണ്? നമ്മൾ ലിമിറ്റേഷൻസൊക്കെ ഈ ഏരിയയിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ മുമ്പുള്ള ലിറ്ററേച്ചർ അറ്റംപ്റ്റ്സ് ഒക്കെ ഉണ്ടാവും. കുറേ ആൾക്കാർ ഇതിൻ്റെ മുന്നേ ഈ വർക്ക്സ് പല രീതിയിൽ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അത് അവർ നടത്തിയ റിസർച്ച് അറ്റംപ്റ്റ്സ് ഒക്കെ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളാണിത്. പിന്നെ റിസർച്ച് ക്വസ്റ്റ്യനും റിസർച്ച് ഒബ്ജക്റ്റീവ്സും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള MA ഡിസർട്ടേഷനിൽ വെക്കുന്ന കാര്യമാണ്. സ്റ്റാൻഡേർഡ് പ്രൊസീജിയറോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് റിസർച്ച് ക്വസ്റ്റ്യൻസും റിസർച്ച് ഒബ്ജക്റ്റീവ്സും. അപ്പോൾ 3 to 5 അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് തെളിയിക്കേണ്ട കാര്യങ്ങളെ എണ്ണവും കൂടും. അപ്പോൾ അത് മൈൻഡിൽ വെക്കുക. അപ്പോൾ മിനിമം 3 മാക്സിമം 6 ആണ്. അപ്പോൾ ഒരു 4 or 5 ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ ഡിസർട്ടേഷൻ ഒതുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് റിസർച്ച് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട്. എങ്ങനെയാണ് റിസർച്ച് ക്വസ്റ്റ്യൻ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടോപ്പിക്ക് പ്രൂവ് ചെയ്യാൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഞാൻ കൊടുത്ത ടോപ്പിക്ക് അത് വാല്യബിളാണ്, അതേപോലെ തന്നെ ഈ ടോപ്പിക്ക് ഇന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഡെഫിനറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മൾ ടോപ്പിക്കിന് പാരലലായിട്ട് പോകുന്ന രീതിയിലായിരിക്കണം ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ അവിടെ ഭയങ്കര നമ്മൾ കൺവെൻഷനൽ ആവാൻ പാടില്ല. നമ്മൾ വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ എടുത്തിട്ട് നമുക്ക് അവസാനത്തേക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റിസർച്ചിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നിന്നുപോകും. അതുകൊണ്ട് അവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡിയാണ്. എന്താണ് എൻ്റെ ടോപ്പിക്കിൻ്റെ എംബിഷൻ അല്ലെങ്കിൽ തീം എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെ എന്തൊക്കെ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് സെറ്റ് ബാക്ക്സ് ഉണ്ടാവുക, പക്ഷേ അതെങ്ങനെ ഞാൻ ഓവർകം ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടും ഈ ഒബ്ജക്റ്റീവ്സിൻ്റെ അകത്ത് പറയേണ്ടതാണ്. അതായത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട്, അതായത് ഷേക്സ്പിയറിൻ്റെ ഞാനെടുത്ത ഡെമോ ടോപ്പിക്കിനെ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് വരുന്നത്? മാക്ബത്തിൻ്റെ എംബിഷനാണ് ഇതിൻ്റെ അകത്ത് മേജർ തീം എന്ന് പറയുന്നത്. അപ്പോൾ അത് അനലൈസ് ചെയ്യുക. അതിൻ്റെ ഒബ്ജക്റ്റീവ് നമ്പർ 1 ആണ്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെച്ചാൽ മോറൽ കോൺഫ്ലിക്ട്സ്. അതായത് മാക്ബത്തിൽ ഒരുപാട് മോറൽ കോൺഫ്ലിക്ട്സ് ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. അതേപോലെ തന്നെ ഗിൽറ്റ്, ഫിയർ, ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മളുടെ ഈ മാക്ബത്ത് എന്ന് പറയുന്ന വർക്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മളെ വർക്കിനെ അല്ലെങ്കിൽ നമ്മുടെ തീമിനെ നമ്മുടെ ടോപ്പിക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എടുത്തിട്ട് വേണം. ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് എഴുതാട്ടോ. നിങ്ങൾക്ക് എയിം ഓഫ് ദ സ്റ്റഡി എന്നുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഈ സ്റ്റഡി കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു പാർട്ടാണ് അത്.
അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി. ഇത് നിങ്ങൾ ഒത്തൻറ്റിക് ആയിട്ട് എഴുതിയാലും അല്ലാണ്ട് എഴുതിയാലും എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. റാഷണൽ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡിയിൽ നമ്മൾ കൃത്യമായിട്ട് ഡെസേർട്ടേഷൻ്റെ എന്തൊക്കെയാണ് നമ്മൾ ഡെസേർട്ടേഷൻ കവർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു നല്ല ഐഡിയ ഉണ്ടാക്കണം. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു പേജ് തന്നെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. ഒന്നെങ്കിൽ നിങ്ങളിത് റാഷണൽ ഓഫ് ദി സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി എന്ന് പറയുക, അല്ലെങ്കിൽ റാഷണൽ ആൻഡ് സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഡെസേർട്ടേഷൻ കവർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അതോടൊപ്പം തന്നെ നമ്മളെ ഡെസേർട്ടേഷൻ കവർ ചെയ്യാത്ത കാര്യങ്ങൾ ഏതാണെന്നും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലിറ്റററി പീരീഡ്, തീംസ് അല്ലെങ്കിൽ തിയറീസ് ഒക്കെ നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരു ഡെസേർട്ടേഷൻ. അപ്പോൾ ഒരു സ്കോപ്പിനുള്ള എക്സാമ്പിളാണിത്. പിന്നെ റിസർച്ച് മെത്തഡോളജി. റിസർച്ച് ചെയ്യാൻ നമ്മൾ ഏത് രീതിയിലുള്ള മെത്തഡോളജിയാണ് യൂസ് ചെയ്തതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. നമുക്ക് ലിറ്ററേച്ചർ ആയതുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് വളരെ കുറവായിരിക്കും. നമ്മൾ ലിറ്റററി തീംസിനെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനെയർ ഒന്നും ഇറക്കി ഒരു സർവേ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ പ്രൈമറി ടെക്സ്റ്റുകൾ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ ഇവിടെ എടുക്കുന്നത്, എൻ്റെ പ്രൈമറി ടെക്സ്റ്റ് എന്താണ്? മാക്ബത്താണ്, ലിറ്റററി വർക്ക് ഓഫ് ഷേക്സ്പിയർ ആണ്. അതാണ് എൻ്റെ പ്രൈമറി ആയിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി ആയിട്ട് നമ്മൾ നോക്കുന്നത് ഓൺലൈൻ ആർട്ടിക്കിൾസ് ആവാം, യൂട്യൂബ് വീഡിയോസ് ആവാം, ഇൻ്റർവ്യൂസ് ഒക്കെ ആവാം. അപ്പോൾ ടെക്സ്ച്വൽ അനാലിസിസും ഈ കമ്പാരിറ്റീവ് മെത്തേഡ്സൊക്കെ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൈമറി സെക്കൻഡറി സോഴ്സസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പ്രൈമറീൻ്റെ അകത്താണ് അധികവും ബുക്സ് വരിക. ജേർണൽസും ആർട്ടിക്കിൾസും പബ്ലിഷ് ചെയ്യപ്പെട്ട ബുക്ക് രൂപത്തിലുള്ളത് നമ്മൾ പ്രൈമറി ടെക്സ്റ്റുകളിലും, നെറ്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്നോ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നോ എടുക്കുന്നവ സെക്കൻഡറി സോഴ്സസിലുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു ഹാഫ് പേജിലേക്കുള്ള സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാമെന്നുണ്ടെങ്കിൽ അതൊരുപാട് എഴുതാനുണ്ടാവും. അപ്പോൾ റിസർച്ച് മെത്തഡോളജീൻ്റെ ഒരു എക്സാമ്പിളാണിത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കാണ്. നമ്മളെടുത്ത ടോപ്പിക്കിന്, തീമിന് എന്തായാലും ഒരുപാട് സബ് തീംസ് ഉണ്ടാവും. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു മേജർ തിയറീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഷേക്സ്പിയറിൻ്റെ ട്രാജഡി എന്ന് പറയുന്നത് അതിലേറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സൈക്കോ അനാലിസിസ് ഒക്കെയാണ്. പിന്നെ ന്യൂ ഹിസ്റ്റോറിസിസത്തിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. കൂടാണ്ട് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫെമിനിസത്തിനെ പറ്റിയിട്ട് പറയാൻ പറ്റും. കാരണം അവിടെ അതിൻ്റെ അകത്ത് ആ പ്ലേയിൽ ഏറ്റവും കൂടുതൽ റോളുള്ളത് ഒരു ലേഡിക്കാണ്. അപ്പോൾ അവിടെ ഫെമിനിസം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ തിയറീസും ആ തിയറിസ്റ്റുകളെ പറ്റിയിട്ടും നമുക്ക് ഈ ഏരിയയിൽ എഴുതാൻ പറ്റുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് എഴുതുക എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഇത്. അപ്പോൾ ഈ ഏരിയയിൽ ഞാൻ വളരെ ഇത് വളരെ ഓപ്ഷണലായിട്ടുള്ളൊരു പാർട്ടായതുകൊണ്ട് ഞാൻ വളരെ ചെറിയൊരു തിയററ്റിക്കൽ ഫ്രെയിം വർക്കാണ് കൊടുത്തത്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടി ഉള്ള മാത്രം ഒരു എക്സാമ്പിളാണിത്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്കോപ്പ് പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ഡിസർട്ടേഷനിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പഠനം എടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏരിയയാണിത്. നമ്മുടെ ടോപ്പിക്ക് എത്രത്തോളം റെലവൻ്റ് ആണ്, എന്തുകൊണ്ട് നമ്മളിത് റിസർച്ച് ടോപ്പിക്കായിട്ട് എടുത്തു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോപ്പിക് എന്തുകൊണ്ട് മാറ്റർ ചെയ്യുന്നു, വൈ ദിസ് ടോപ്പിക്
മാറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡിയാണ്. ഓവറോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷനൊക്കെ വേണ്ടിയിട്ട് അത് അവർ മാർക്ക് ഇടുന്നുണ്ടെങ്കിലും ഈ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി എന്തായാലും ഒരു ഡെസർട്ടേഷൻ നോക്കുന്ന സമയത്ത്, വാല്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ വാല്യൂ ചെയ്യുന്ന ഇവാലുവേറ്റർ കൃത്യമായിട്ടും ഈ ഏരിയ നോക്കും. കാരണം ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത്. ഈ സ്റ്റഡി ഏതൊക്കെ രീതിയിൽ ലിറ്റററി സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആവും എന്നുള്ളതിനെ പറ്റിയിട്ടും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ അക്കാഡമിക് റെലവൻസ് എന്താണ്, യാതൊരു രീതിയിലും റെലവൻസും സിഗ്നിഫിക്കൻസും ഒന്നും ഇല്ലാത്ത ഒരു ടോപ്പിക്ക് നമ്മളെടുത്തിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു അൺഅക്കൗണ്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നോട്ടബിൾ അല്ലാത്തൊരു വർക്കായി പോകും. അപ്പോൾ എന്തായാലും ഏത് ടോപ്പിക് നമ്മളെടുത്താലും അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതേപോലെ അതിനൊരു റെലവൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഏരിയയിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി. ഈ ടോപ്പിക് ഞാൻ എടുത്ത ഡെമോ ടോപ്പിക് പ്രകാരം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുള്ളതുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് എഴുതാവുന്നതാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് ഞാൻ ഏറ്റവും ചെറിയ ഫോർമാറ്റിലാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡിയൊക്കെ നമ്മൾ ഒരു പേജ് കംപ്ലീറ്റ്ലി എഴുതേണ്ടത് അനിവാര്യമാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളുടെ ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി 2 രീതിയായിട്ട് 2 സബ് ഹെഡിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഒന്നാമത്തേതെന്ന് പറയുന്നത് തിയററ്റിക്കലായിട്ടുള്ള ആസ്പെക്ട്സും രണ്ടാമത്തത് അപ്ലൈഡ് ആയിട്ടുള്ള ആസ്പെക്ട്സുമാണ്. തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അപ്ലൈഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയും. ഈ 2 രീതിയിലും ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ ടോപ്പിക്കിനെ. അതായത് നമ്മൾ ടോപ്പിക്കിനെ, അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് വഴിയും അപ്ലൈഡ് കോൺട്രിബ്യൂഷൻസ് വഴിയും നമ്മൾ എന്തായാലും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജനറൽ ആയിട്ടുള്ളത് ഇതേപോലെയുള്ളൊരു സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി എഴുതാവുന്നതാണ്. പക്ഷെ ശരിക്കും നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ഒന്ന് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡിയൊക്കെ എഴുതുക. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഒരു ചാപ്റ്റർ ഔട്ട്ലൈനാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബാക്കി എഴുതാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഈ പാർട്ടിൽ കൊടുക്കണം. അപ്പം നിങ്ങൾ ചാപ്റ്റർ 1 നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറയുന്നു. ചാപ്റ്റർ 2 ലിറ്ററേച്ചർ റിവ്യൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ലിറ്ററേച്ചർ റിവ്യൂ ഒതൻറ്റിക്കായിട്ട് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു സെക്കൻഡ് ചാപ്റ്റർ വേറെ തന്നെ വെച്ചിട്ട് എഴുതാവുന്നതാണ്. ലിറ്ററേച്ചർ റിവ്യൂ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഫോർമാറ്റ്സും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും. അല്ല നിങ്ങളിതൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. സോ അത് നിങ്ങളുടെ ഫ്ലോ അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ചാപ്റ്ററിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഒത്തൻറ്റിക് ഡെസർട്ടേഷനുള്ള ഔട്ട്ലൈൻ പ്രകാരം വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഇൻക്ലൂഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു സെറ്റാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡെസർട്ടേഷനിലെ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, ചാപ്റ്റർ 2 ലിറ്ററേച്ചർ റിവ്യൂ ആയിരിക്കും, ചാപ്റ്റർ 3 അനാലിസിസ് ഓഫ് ദ തീംസും, ചാപ്റ്റർ 4 ക്യാരക്ടർ സ്റ്റഡിയും, ചാപ്റ്റർ 5 കൺക്ലൂഷനും ആയിരിക്കും. അതിൽ ചാപ്റ്റർ 3ഉം 4ഉം ഓപ്ഷണലാണ്. അത് നിങ്ങളുടെ ടോപ്പിക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഫ്ലെക്സിബിളായിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷനും ലിറ്ററേച്ചർ റിവ്യൂവും കൺക്ലൂഷനും നല്ല രീതിയിൽ എഴുതുക. പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. അതിന് പകരം ഒരു ചാപ്റ്റർ കൊടുക്കുന്നതിലും ലിറ്ററേച്ചർ റിവ്യൂ എഴുതിയാൽ നമുക്കൊരു നമ്മൾ ഇതിൻ്റെയൊക്കെ ബേസ് പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു
നമുക്കൊരു എന്താ പറയുക ഒരു തോട്ട് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നിക്കാൻ പറ്റും ഇത് വാല്യൂ ചെയ്യുന്ന ആളെ. പിന്നെ ഈ ചാപ്റ്റർ ഡിവിഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചാപ്റ്റർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 100 വേർഡ്സിലൊക്കെ തന്നെ നമുക്കൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ മതി. അത്രയൊക്കെ അതിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഇനി എഴുതാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മുൻപ് തന്നെ കൊടുക്കുകയാണ്. അതായത് ഇത് വായിക്കുന്ന ആൾക്ക് നമ്മളൊരു ആമുഖം എഴുതുക എന്ന് പറയുന്നതിൽ ഇതൊക്കെയാണ് നമ്മൾ ഇനി എന്തൊക്കെയാണ് നമ്മൾ അകത്തേക്ക് വായിച്ച് പോകുന്ന സമയത്ത് നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ചാപ്റ്റർ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാപ്റ്റർ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ല. പക്ഷേ ഇത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. അവസാനം ചാപ്റ്ററിനൊരു കൺക്ലൂഷൻ കൊടുക്കണം. അതായത് നമ്മൾ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യണം. ഓരോ ചാപ്റ്ററും കൺക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിന് ഒരു ചെറിയ കൺക്ലൂഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ ഡിവിഷൻ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷനിൽ കൊടുത്ത രീതിയിലാണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ഈ കൺക്ലൂഷൻ പാർട്ട് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തിട്ട് ചാപ്റ്റർ ഡിവിഷൻ മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാനും ചെയ്യാതിരിക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തത് ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചാപ്റ്റർ 2നെ പറ്റിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും ഒരു ലിറ്ററേച്ചർ റിവ്യൂവിനെ പറ്റിയിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ളത് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ എടുത്ത ഡെമോ ടോപ്പിക്കിന് ഒരു കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ ചാപ്റ്റർ 2 ഞാൻ എങ്ങനെ എഴുതുന്നു എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അത് വേണമെങ്കിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിനെ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.